ലോകത്തിലെ ആധുനിക കെട്ടിടങ്ങളുടെയൊക്കെ അടിസ്ഥാന നിർമ്മാണ ഘടകം കോൺക്രീറ്റാണ്. നമ്മളൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നുള്ളതാണ്. അത് ശരിയാണ്, ആധുനിക കാലഘട്ടത്തിലുള്ള കോൺക്രീറ്റ് അപ്രകാരമാണ്. പക്ഷേ പുരാതന കാലഘട്ടങ്ങൾ മുതൽ തന്നെ ലോകത്തിൽ വൻ നിർമ്മിതികൾ ലോകത്തിലുണ്ടല്ലോ. പിരമിഡുകൾ, ആകാശമുട്ടെ നിൽക്കുന്ന സ്തൂപങ്ങൾ, സൗധങ്ങൾ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ഒക്കെ ലോകത്തിലുണ്ട്. ഇത് അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അത് പുരാതന കാലഘട്ടങ്ങൾ മുതലേ കോൺക്രീറ്റ് എന്ന ആശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈജിപ്തിലെ പിരമിഡുകളെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ മണ്ണും വൈക്കോലും ഉപയോഗിച്ചുകൊണ്ട് അവർ കോൺക്രീറ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അത് മിക്സ് ചെയ്തിട്ട് അവർ സൃഷ്ടിച്ചു. റോമൻ കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടെ അവർ പൂർണ്ണതയിൽ വരുത്തി പാന്തിയൻ എന്നുള്ള സ്തൂപത്തിന് വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് 1724 ജോസഫ് ആസ്പിരിൻ പോർട്ട്ലാൻഡ് സിമെൻറ്റ് കണ്ടുപിടിച്ചത്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ഒരു ചാക്ക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പൊടി മാത്രമേ കാണത്തുള്ളൂ. ആ പൊടി നമ്മൾ മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുമ്പോഴാണ് അത് സിമെൻറ്റായിട്ട് വരുന്നത്. ഇനി കോൺക്രീറ്റ് ആണെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ കരിങ്കല്ലാണ് ഇടുന്നത് മാത്രം. അപ്പോൾ അത് കോൺക്രീറ്റ് ആവും. എന്നിട്ട് അത് ഉറച്ചു കഴിഞ്ഞാൽ പാറ പോലെ കട്ടിയാവും. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ ചേരുവ ആണ് വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യൻ ഈ ലോകത്തിൽ കണ്ടുപിടിച്ചത്. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പുരാതന കാലഘട്ടങ്ങൾ മുതലേ ഉള്ള കെട്ടിടങ്ങളൊന്നും പൊളിയുന്നില്ല. അപ്പോൾ അവരുടെ ബലമൊന്നും ആലോചിച്ച് നോക്ക്. പണ്ടത്തെ ഒരുപാട് നിർമ്മിതികൾ ലോകത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. വെയിൽ വന്നു, മഴ വന്നു, കൊടുങ്കാറ്റ് വന്നു, ഭൂമികുലുക്കം വന്നു, വെള്ളപ്പൊക്കം വന്നു, ഉരുൾപൊട്ടൽ വന്നു. ഇതെല്ലാം വന്നിട്ടും ഇതിനെയൊക്കെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, പണ്ടത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റും അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെയൊക്കെ ആ ബലം, ആ ചേരുവയുടെ ബലം, അത് വലിയൊരു കാര്യമാണ്. നമുക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാവാത്തൊരു അത്ഭുതമാണ്.